ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ മോഹസാനെ കുറിച്ചാണ്. ഗുഡ്നസ് ഫ്രം ഇൻഡസ് എന്ന് പറഞ്ഞിട്ട് പുതിയ യൂട്യൂബ് ചാനലും ഒക്കെ തുടങ്ങിയിട്ട് ഇവർ വീണ്ടും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ യൂട്യൂബ് ചാനലും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇവർ ആകെ കുഴപ്പത്തിലാണ് എന്ന് പറയാതെ വയ്യ. ഇവർ 1600ഓളം പേരെ വെച്ചാണ് ഒരു എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അതിൽ ഇവർ പ്രയറൊക്കെ ചെയ്ത് ആൾക്കാർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി, രോഗമുള്ളവർക്ക് നിത്യശാന്തി, അതുപോലെ തന്നെ പണക്കാരാകാൻ മോഹിക്കുന്നവർക്ക് പണക്കാരാവാനുള്ള കഴിവ്, ഫ്ലാറ്റ് മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഫ്ലാറ്റ്, അങ്ങനെ പല പല സിദ്ധികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രശ്നം പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ആൾക്കാരെ മയക്കിക്കൊണ്ട്, ആൾക്കാരുടെ ബോധമനസ്സിനെ മയക്കി കിടത്തിക്കൊണ്ടുള്ള ഈ ഒരു പരിപാടി ചോദ്യം ചെയ്യുകയും ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും തുടങ്ങി. അങ്ങനെ ഇവരെന്തോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു പരിപാടി തന്നെ പേര് മാറ്റി അതിലെ അഡ്മിന്മാരും ഇതിൻ്റെ വക്താക്കളായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പേര് മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ പുതിയ യൂട്യൂബ് ചാനലും ഒക്കെ ഇറക്കി ഇദ്ദേഹത്തിൻ്റെ മോഹസാൻ്റെ എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോവും വീഡിയോവും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇവർ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പരിപാടി രാവിലെ എഴുന്നേറ്റ് ഇവർ ഓരോരാളും അവരുടെ അനുഭവങ്ങൾ, അവരുടെ സാക്ഷ്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ലൈവിൽ, രാവിലത്തെ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു പേര് മാറ്റണം എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ മനുഷ്യനല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അനിൽ എന്ന് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ പേര് മാറ്റിയിരിക്കുകയാണ്, പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പേര് മാറ്റിയിരിക്കുകയാണ്. ഞാൻ രവീന്ദ്രനാണ് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുമ്പോൾ ഭാര്യ പറയുന്നു, അനിൽ എന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പേര് മാറ്റിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ പേര് മാറ്റി ഇല്ലാത്ത അനുഭവങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു 1600ഓളം പേരാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ ജോയിനിങ് ഫീ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇവരുടെ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ ഈ തട്ടിപ്പ് ഇത് ഒരു നമ്മുടെ ഒന്നും യാഥാർത്ഥ്യമല്ല, ഇത് വെറും ഒരു സാങ്കല്പികമായിട്ടൊരു കാര്യമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ് എന്നൊക്കെ കാര്യങ്ങൾ ചില ആൾക്കാരൊക്കെ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, നമുക്ക് പണം തിരികെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണം തിരികെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുവരെ ആർക്കും തന്നെ പണം തിരികെ കൊടുത്തിട്ടില്ല. 5 കോടിയിൽ അധികമാണ് ഇദ്ദേഹം ഇതുപോലെ ഈ 1000-ലധികം ആൾക്കാരിൽ നിന്ന് പിരിച്ച് 50,000 വെച്ച് പിരിച്ച് 5 കോടിയിലധികം രൂപയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് എല്ലാ ദൈവത്തിൻ്റെയും മേലെയുള്ള ദൈവമാണ്. ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ കഴിവുള്ള ലോകത്തെ ഏറ്റവും ഏക വ്യക്തിയാണ് ഈ മൊഹസാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പണം പിരിച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ പണം പിരിക്കാൻ പാടില്ല, എല്ലാവർക്കും പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കുന്നതിന് നീ പണം വാങ്ങാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞത്രേ. പക്ഷേങ്കിൽ ദൈവം അങ്ങനെയൊക്കെ പറയുമെങ്കിൽ കൂടി ഇദ്ദേഹത്തിന് ആ പണം തിരികെ കൊടുക്കാൻ മനസ്സില്ല. ഇദ്ദേഹം പണ്ടും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ചെയ്ത് ശീലിച്ച ഒരാളാണ്. അതുകൊണ്ട് ആർക്കും തന്നെ 5ൻ്റെ പൈസ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്കിങ്ങനെ കഞ്ചാവ് അടിച്ച പോലെ അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച പോലെ നിങ്ങളെന്തോ ഏതോ ലോകത്തെത്തിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്നോ ദൈവമാണെന്നോ ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കാൻ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹിപ്നോട്ടിസം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുമായിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് യാതൊന്നും തന്നെ മാറാൻ പോകുന്നില്ല. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അത് ഒരിക്കലും ആ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആർക്കൊക്കെ ജീവിതം തിരികെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ തട്ടിപ്പിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് മാത്രമാണ് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇല്ലാത്ത സാക്ഷ്യം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നത് നിർത്തുക എന്നുകൂടി ഇതിൽ ഇപ്പോഴും പെട്ടുകിടക്കുന്ന ആൾക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോകളൊക്കെ എപ്പോഴാണ് ഇനി ഡിലീറ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ്, എന്തിനാണ് ഇത്രയും സത്യമുള്ളതാണ്, ഇത്രയും ഭയങ്കരം ശക്തിയുള്ളതാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലെ കള്ളസാക്ഷ്യങ്ങൾ? വളരെ അവശ്യനായ ഒരാൾ പറയുകയാണ്, എനിക്ക് വളരെ മാറ്റമുണ്ട്,
എൻ്റെ പേര് രവീന്ദ്രനല്ല അനിലാണ്. എന്തിനാണ് ഇങ്ങനെ പേര് മാറ്റുന്നത്? ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ പേരും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്? ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളസാക്ഷ്യങ്ങളാണ് ഇവർ പറയുന്നത് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക. ബൈ.